ഹായ് ഹലോ വെൽക്കം ടു KSS കോട്ട്. ഇന്ന് നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ സുപ്രധാന നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വിവരാവകാശ നിയമമാണ് അല്ലെ. അപ്പൊ വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ലിങ്ക് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. നോട്ട്സ് ഒക്കെ നമ്മൾ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമം 2005. ആദ്യം തന്നെ വർഷം പഠിച്ചോളൂ. 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിവരാവകാശ നിയമം 2005 പാസ്സാക്കിയ രാജ്യം എന്നല്ല. സാധാരണ രീതിയിൽ ഒരു വിവരാവകാശ നിയമം ഇന്നേ വരെ ഇല്ലാതിരുന്ന ഒരു വിവരാവകാശ നിയമം ആദ്യമായിട്ട് ഒരു രാജ്യം പാസ്സാക്കി. അത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. ഇനി ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം: വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ രാജ്യമെന്ന് ചോദിക്കാം. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമെന്ന് ചോദിക്കാം. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ പൗരന്മാർക്ക് വിവരാവകാശ നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നും ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ അതിനുള്ള എല്ലാ ഉത്തരവും എന്താണ്? സ്വീഡൻ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ രാജ്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവ എന്താണ്? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന വടക്കൻ യൂറോപ്പിലുള്ള സ്വീഡൻ ആദ്യമേ ചെയ്യുന്നു. അതുപോലെ നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഒക്കെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം പാസ്സാക്കിയത്. പിന്നീടാണ് നമ്മുടെ ഇന്ത്യയൊക്കെ എന്ത് ചെയ്തത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. എങ്കിൽ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്: വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന മുൻപേ പറന്ന പക്ഷി എന്നറിയപ്പെടുന്ന രാജ്യം. അതിലൊരു സംശയം വേണ്ട, അത് സ്വീഡൻ ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ആ ഒരു സ്വീഡൻ വിവരാവകാശ നിയമം പാസ്സാക്കി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു നിയമത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഈ വിവരാവകാശ നിയമം എന്നോ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നോ അല്ല. പകരം ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് 1766 ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് നടപ്പിലാക്കി. അത് കാരണമാണ് അത് ആ ഒരു നിയമം വഴി എന്ത് ചെയ്തു? ഔദ്യോഗിക വിവരങ്ങളും രേഖകളും എല്ലാം പൊതുജനങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വിവരാവകാശം എന്നുള്ള ഒരു കോൺസെപ്റ്റ് സ്വീഡനിൽ നടപ്പിലാക്കുന്നത്. അപ്പൊ എന്താണ് ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് 1766 എന്ന് ചോദിച്ചാല് നോക്കിക്ക്, ആദ്യം തന്നെ ആ വർഷം പഠിച്ചോളാം. ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് പാസ്സാക്കിയ വർഷം 1766 ഗവൺമെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അച്ചടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മാധ്യമ സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതാണ് ഏത് നിയമം എന്ന് പറയുന്നത്? ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഭരണകാലം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഔദ്യോഗിക രഹസ്യ നിയമം എന്നുള്ള പേരിൽ 1923 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നിയമം വഴി എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷ് സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു വിവരവും സാധാരണ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാനോ, സാധാരണ ആൾക്കാർ പോയി അവിടെ ചോദിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു? ഔദ്യോഗിക രഹസ്യ നിയമം അഥവാ ദ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഓഫ് 1923 നടപ്പിലാക്കി. അതായത് അവരുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരെ പോയി ചോദിക്കാൻ പാടില്ല. അവർക്കത് എന്ത് ചെയ്യാൻ പാടില്ല? അവർക്കത് പുറത്തോട്ട് വിടാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ അഴിമതി കാര്യങ്ങളും അവർ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കിയത്. എങ്കിൽ വിവരാവകാശ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് ആർട്ടിക്കിൾ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 19 ഒന്നാമത്തെ ഉപവകുപ്പിലെ എ പാർട്ടിലാണ് എന്ന് പറയുന്നത് സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. അല്ലെ? അപ്പോൾ ഇതെന്താണ്? സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞ കാര്യമാണ്. മിസ്റ്റർ കുൽവാർ വേഴ്സസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ട് നടന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു കേസിൽ
എന്താണ് സുപ്രീം കോടതി പറയുകയുണ്ടായി, നമ്മുടെ ആർട്ടിക്കിൾ 19 എന്തുണ്ട്, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അസാധാരണ ജനങ്ങൾക്ക് സംസാരിക്കുന്നതിനും ആശയപ്രകടനം നടത്തുന്നതിനും ശരിയായിട്ടുള്ള വിവരങ്ങൾ അനിവാര്യമാണ്. അതായത് ഊഹാപോഹങ്ങളുടെ എന്താണ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഒരു സദസ്സിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനോ സാധിക്കത്തില്ല. കറക്റ്റായിട്ട് ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്നും കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരാവകാശം മൗലികാവകാശമായി കണക്കാക്കുന്നു എന്ന് എന്ത് ചെയ്തു, സുപ്രീം കോടതി പ്രസ്താവിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ആർട്ടിക്കിൾ 19 ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇതിനകത്തോട്ട് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ജമ്മു കാശ്മീർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനവും, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉള്ളത് കൊണ്ട് തന്നെ ഈവൻ ഈ 2005 നിയമം വന്ന സമയത്ത് പോലും ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു എന്ത് ചെയ്തത്, ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു സാധാരണ രീതിയിൽ ഒരു ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്താൽ മതി, അത് നടപ്പിലാക്കിയാൽ മാത്രം മതി, അല്ലെ? അപ്പോ അങ്ങനെ നമ്മുടെ പാർലമെന്റ് ഇതുവരെ എന്ത് ചെയ്തില്ല, ഈ ഒരു വിവരാവകാശ നിയമം ഒന്നും പാസ്സാക്കിയില്ല. അപ്പൊ നമ്മുടെ തമിഴ്നാട് എന്ത് ചെയ്യുന്നു, തമിഴ്നാട് തദ്ദേശീയമായിട്ട്, അതായത് തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വിവരാവകാശ നിയമം പാസ്സാക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. തദ്ദേശീയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. വർഷം ഓർത്ത് നോക്കിക്കേ, 1997 മെയ് മാസം 4 തീയതിയാണ്. എന്നാണ് 1977 മെയ് മാസം 4 തീയതിയാണ് എന്ത് ചെയ്തത്, തമിഴ്നാട് ആ ഒരു വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പൊ തദ്ദേശീയമായി പാസ്സാക്കുന്നതും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നതും രണ്ടാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. തദ്ദേശീയമായി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംസ്ഥാനത്തിന് മാത്രമായിട്ട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അത് ബാധകമല്ല. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട് പറയുക. വർഷം 1997 മെയ് മാസം 4 തീയതിയാണ്. ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിയാണ്. ഇനി വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. രണ്ടും നടന്നത്, തമിഴ്നാടും ഗോവയും പാസാക്കുന്നത് 1997 എന്നാൽ മാസങ്ങളുടെ ഒരു വ്യത്യാസം മാത്രമാണ്. അങ്ങനെയാണ് നമ്മുടെ തമിഴ്നാട് ഫസ്റ്റ് അടിക്കുന്നത്. തമിഴ്നാട് മെയ് മാസത്തിലാണെങ്കിൽ ഗോവ എന്താണ് ജൂലൈ മാസം 31 തീയതിയാണ് ആ ഒരു നിയമം പാസ്സാക്കുന്നത്. എങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ, നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ എടുത്താൽ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സൗത്ത് പാർട്ടിലുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയത് പാകിസ്ഥാൻ ആയിരുന്നു കേട്ടോ. 2002 പാകിസ്ഥാൻ ആയിരുന്നു ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. എങ്കിൽ വിവരാവകാശ നിയമം ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി അത് നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ വന്ന സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു ഓർഡർ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പാസ്സാക്കിയത് തമിഴ്നാടാണ്, 1997. രണ്ടാമതായിട്ട് പാസ്സാക്കുന്നത് ഗോവയാണ്, അതും 1997. മൂന്നാമതായിട്ടാണ് രാജസ്ഥാൻ പാസ്സാക്കുന്നത്. നാലാമതായിട്ട് ആര് പാസ്സാക്കി, കർണാടക പാസ്സാക്കുന്നു 2000. ഡൽഹി 2001. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി എന്ന് പഠിച്ചത്. അതുപോലെ ആസാം 2002 പാസ്സാക്കുന്നു, മഹാരാഷ്ട്ര 2002, മധ്യപ്രദേശ് 2003, ജമ്മു കാശ്മീർ 2004. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇങ്ങനെ തദ്ദേശീയമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു നിയമം പാസ്സാക്കി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ സെപ്പറേറ്റ് നിയമങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള നിയമം, അതായത് മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കാനായിട്ട് മുതിരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇവരെല്ലാം ആദ്യം തന്നെ സ്വന്തമായിട്ട് നിയമങ്ങൾ പാസ്സാക്കിയിരുന്നു. പിന്നീടാണ് നമ്മുടെ വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നത്. എങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം, നമ്മൾ ഇതിനകത്ത് ആസാം പഠിച്ചു അല്ലെ. ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം ആസാം എന്ന് പറയേണ്ടത്.
ഇനി കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ അറിയാനുള്ള അവകാശം എന്ന അധ്യായം നമ്മളെ കേരളത്തിലേക്ക് വരുമ്പോൾ അറിയാനുള്ള അവകാശം 1999 ഭേദഗതിയിലൂടെ തന്നെ എന്ത് ചെയ്തിരുന്നു, കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആരുടെ കേസിലാണ്? കേരളത്തിന്റെ കേസിലാണ്. അപ്പൊ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രമാണങ്ങൾ ഒഴികെ എന്ത് ചെയ്യാം, മറ്റെല്ലാ രേഖകളും ഈ ഒരു ഭേദഗതിയിലൂടെ 1999 ഭേദഗതിയിലൂടെ പൗരന്മാർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വിവരാവകാശ നിയമം 2005 വരാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ നിയമം വന്നതെന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയില് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി പോരാട്ടം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ കേന്ദ്രീകരിച്ചായിരുന്നു അതിനുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നത്. എങ്കിൽ ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച 2 വ്യക്തികളുണ്ട്. മെയിൻ ആയിട്ടുള്ള വ്യക്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അരുണ റോയ് ആണ്. അതുപോലെ തന്നെ അരുണ റോയിയുടെ ഒപ്പം എന്താണ്, നിഖിൽ ഡേയും അവരുടെ കൂടെ ഈ ഒരു പോരാട്ടത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെവിടെയാണ് പോരാട്ടം നടത്തിയതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം, വിവരാവകാശ പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇവരുടെ ഒരു സംഘടന എന്ന് പറയുന്നത്. സോ അത് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണ് കേട്ടോ. വിവരാവകാശ നിയമം ആദ്യമായിട്ട് തദ്ദേശീയമായി പാസ്സാക്കിയത് ചോദിച്ചാൽ തമിഴ്നാടാണ്. എന്നാൽ വിവരാവകാശ പ്രസ്ഥാനം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ സ്പീഡ് പറഞ്ഞു പോവുകയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, മേ ബി ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് നോക്കുക. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഇനി നിങ്ങൾ റിവിഷൻ പോലെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് കേട്ട് പോവുക. ഓക്കെ, അപ്പൊ അടുത്തൊരു പോയിന്റിൽ എന്താ പറയുന്നത്, 1990കളുടെ മധ്യത്തില് രാജസ്ഥാനിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരുടെയും തൊഴിലാളികളുടെയും മിനിമം കൂലി സംരക്ഷണം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് സ്ഥാപിക്കപ്പെട്ടതും പിന്നീട് വിവരാവകാശ നിയമം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതുമായ സംഘടനയുടെ പേര് എന്താണ്? ആദ്യം ഈ ഒരു സംഘടന വരുന്നത് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്താനല്ല, പകരം പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും മിനിമം കൂലി സംരക്ഷണം അടക്കമുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയ ഒരു സംഘടനയായിരുന്നു. ഏത് സംഘടന? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്നുള്ള സംഘടന. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? വിവരാവകാശ നിയമം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് അരുണ റോയ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതന്റെ അഥവാ MKSSന്റെ മുദ്രാവാക്യം ചോദിച്ചാൽ എന്താ പറയുക? സമത്വവും നീതിയും കളിയാടുന്ന ഒരു ലോകം ഞങ്ങൾ സൃഷ്ടിക്കും എന്നതായിരുന്നു അതിന്റെ മുദ്രാവാക്യം. എങ്കിൽ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് മുൻഗാമി എന്നറിയാം? അതായത് നമ്മുടെ നമ്മുടെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതന്റെ ഒക്കെ സ്ട്രൈക്കിന്റെ ഫലമായിട്ട് 2002 ഒരു നിയമം, ഈ വിവരാവകാശ നിയമം പോലെ തന്നെ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പേരായിരുന്നു വിവര സ്വാതന്ത്ര്യ നിയമം. ഇവിടെ വിവര അവകാശമല്ല പറയുന്നത്, വിവര സ്വാതന്ത്ര്യ നിയമം അഥവാ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്നുള്ള പേരിലാണ് ആ ഒരു നിയമം വരുന്നത്. ഈ ഒരു വിവര സ്വാതന്ത്ര്യ ബില്ല് 2000 പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഒരു സെലക്ട് കമ്മിറ്റി ഇത് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഏൽപ്പിക്കുകയുണ്ടായി. 2002 നിരവധി മാറ്റങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2002 ഡിസംബറിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഈ ഒരു നിയമം പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. എന്നാൽ നിരവധി പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ നിയമം എന്ത് ചെയ്തില്ല? പ്രാബല്യത്തിൽ വന്നില്ല. ശേഷം 2004 നമ്മുടെ UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. വാഗ്ദാനം അനുസരിച്ച് അവരുടെ ആ ഒരു ഇലക്ഷൻ സമയത്തുള്ള വാഗ്ദാനമായിരുന്നു, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2005 എന്ത് ചെയ്തത്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു ആ വിവരാവകാശ നിയമം 2005 എത്തിയ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമത്തിലേക്ക് വരാം. വിവരാവകാശ നിയമം 2005 എന്നാണ് ലോക്സഭ പാസ്സാക്കിയത്. ഇതെല്ലാം നടക്കുന്നത് 2005 വിവരാവകാശ നിയമത്തിലേക്ക് കാര്യം പഠിക്കുമ്പോൾ നമ്മൾ 2006 പോയിട്ടില്ല. എല്ലാം നടക്കുന്നത് 2005 ഓർത്തു വെച്ചിരിക്കുക. ലോക്സഭ പാസ്സാക്കുന്നത് 2005 മെയ് മാസം 11 രാജ്യസഭ പാസ്സാക്കുന്നത് 2005 മെയ് മാസം 12 മെയ് 11, മെയ് 12, മെയ് കഴിഞ്ഞ് ജൂൺ മാസം 15 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു.
ജൂൺ മാസം 21 ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നു. നിലവിൽ വരുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12 നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് നമ്മൾ ഈ പഠിക്കുന്ന വിവരാവകാശ നിയമം 2005. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാലും ഇതാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ആ സമയത്ത്? APJ അബ്ദുൽ കലാം. 2005 കാലഘട്ടമല്ലേ, അപ്പൊ ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. ആ സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 57ാമത്തെ രാജ്യമാണ്. പക്ഷേ മുമ്പ് പ്രീവിയസ് ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് 55 എന്നായിരുന്നു ഉത്തരസൂചികയിൽ കൊടുത്തിരുന്നത്. സോ രണ്ടും പഠിച്ചു വെച്ചിരിക്കുക, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ഓപ്ഷൻസിൽ വരുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോരോ സംസ്ഥാനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കിയതല്ല, പകരം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് 2005 സമയത്ത് ജമ്മു കാശ്മീർ ഒഴികെയായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്? ഈ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്, പാസ്സാക്കുന്നത്. അങ്ങനെ ഈ പാസ്സാക്കിയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്താണ്? ഓരോ സംസ്ഥാനങ്ങൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു അല്ലെ, അതനുസരിച്ച് കമ്മീഷനുകളൊക്കെ സ്ഥാപിക്കുകയും അതനുസരിച്ചുള്ള റൂൾസും കാര്യങ്ങളും എല്ലാം എല്ലാ സർക്കാർ ഓഫീസുകളിലൊക്കെ എന്താണ് അറേഞ്ച് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അതെല്ലാം സെറ്റാക്കി മുന്നോട്ട് വന്ന് അത് പാസ്സാക്കി അല്ലെങ്കിൽ അത് നിലവിൽ കൊണ്ടുവന്ന രാജ്യം രാജസ്ഥാനാണ്. അങ്ങനെയാണ് ഈ കാര്യത്തിൽ രാജസ്ഥാൻ ഫസ്റ്റ് അടിച്ചത്. ഓക്കെ, ഇനി വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അധ്യായങ്ങൾ 6 അധ്യായങ്ങളാണ്. എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 31 വകുപ്പുകളാണ്. ഈ നിയമത്തിൽ എത്ര പട്ടികകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? 2 പട്ടികകൾ അഥവാ ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഈ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിയമത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കും: അധ്യായം 1, അധ്യായം 2. അധ്യായം 2ൽ മെയിൻ ആയിട്ട് പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ്. അങ്ങനെ അങ്ങനെ ഓരോ അധ്യായം, നമ്മൾ ചാപ്റ്റർ പറയത്തില്ല, അതെയാണ് സെയിം കാര്യമാണ് അധ്യായത്തിൽ പറയുന്നത്. ഓരോ ചാപ്റ്ററിലും ഒരു മെയിൻ ഹെഡിങ് ഉണ്ടായിരിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഈ സെക്ഷനുകളാണ് ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, 3, 4 അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സെക്ഷനുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2 പട്ടികകളാണ്, 2 ഷെഡ്യൂൾ ആണുള്ളത്. ഓക്കെ, 2 ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും കൂടുതലായിട്ട് വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ആ നിയമത്തിന്റെ അവസാനം ഓരോ ഷെഡ്യൂൾ ആയിട്ട് കൊടുക്കും. അപ്പം അത് യഥാർത്ഥത്തിൽ വരേണ്ട സ്ഥലത്ത് എന്ത് പറയും? ഷെഡ്യൂൾ 1 പ്രകാരം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നിയമത്തിൽ അത് പറയുന്നത്. പക്ഷെ എന്താണ്, അത് ആ നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ അതിന്റെ മൊത്തത്തിൽ ഫോർമാറ്റ് നഷ്ടമായി പോകും. അല്ലെങ്കിൽ വലിയ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ പറഞ്ഞു 2 ഷെഡ്യൂളുകളാണ് ഈ നിയമത്തിലുള്ളത്. അതിൽ 1ാം ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? സത്യപ്രതിജ്ഞയാണ്. ഓക്കെ, സത്യപ്രതിജ്ഞയുടെ ഒരു ഫോറം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കമ്മീഷൻ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പൊ അവര് ചെയ്യേണ്ടുന്ന സത്യപ്രതിജ്ഞയുടെ ഒരു ഫാറമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 1ാം പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ 1ാം പട്ടിക എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരാളുടെ പേര്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണോ അയാളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആ ഒരു സത്യപ്രതിജ്ഞയാണ് 1ാം പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ 2ാം പട്ടികയിൽ എന്താ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ഏതൊക്കെയാണ്? അതായത് വകുപ്പ് 24ൽ എത്തുമ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നുണ്ട് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുടെ കാര്യത്തിൽ വിവരാവകാശ നിയമം ബാധകമല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടന എന്ന് എന്താണ് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. പകരം ഈ നിയമത്തിന്റെ അവസാനം കൊണ്ടുപോയി 2ാം ഷെഡ്യൂൾ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിരിക്കുന്നു. അതാണ് ഈ കാണുന്നത്. ഓക്കെ, 2ാം പട്ടിക 24ാം വകുപ്പ് അല്ലെ, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ, ഇതാണ് 2ാം പട്ടിക എന്ന് പറയുന്നത്. എങ്കിൽ
വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലക്ഷ്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക, സർക്കാരുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, അഴിമതി നിർമ്മാർജ്ജനം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു ലക്ഷ്യമാണ് അല്ലെ. അതേപോലെ തന്നെ ലഭ്യമായ സാമ്പത്തിക ഉറവിടങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എന്ത് വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കിപ്പം കൂടുതലും സ്റ്റേറ്റ്മെന്റ് തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത്, അതിൽ ശരി ഏത് തെറ്റെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1923 ഔദ്യോഗിക രഹസ്യ നിയമമാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്ന് പറഞ്ഞേ. ട്രൂ ആണോ ഫോൾസ് ആണോ? മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ ഒരു ഔദ്യോഗിക രഹസ്യ നിയമമല്ല, അത് 2002 പാസ്സാക്കിയ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് അല്ലെ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം? തെറ്റാണെന്ന്, ഫോൾസ് ആണെന്ന് പറയാം അല്ലെ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? വിവരാവകാശ നിയമം 2005 എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. വിവരാവകാശ നിയമം 2005 എന്ന് പറഞ്ഞാൽ അത് പാസ്സാക്കിയ എന്നല്ല, നിലവിൽ വന്ന സംസ്ഥാനമായിട്ട് നമുക്ക് രാജസ്ഥാനെ പറയാം. കാരണം എന്താണ്? അത് പാർലമെന്റ് ആണ് പാസ്സാക്കിയത്, മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണ്. അതുകൊണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് രാജസ്ഥാനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പകരം എങ്ങനെ പറയാം? വിവരാവകാശ നിയമം എന്താണ്? 2005 അല്ലെ. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് പറയാം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്തായിരിക്കും? വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണോ? അല്ല, അത് തമിഴ്നാടാണ് അല്ലെ. തമിഴ്നാടാണ്. സോ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? അരുണ റോയ് സ്ഥാപിച്ച NKSS എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അത് ശരിയാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ജൂൺ മാസം 15 തീയതിയാണ്. നിലവിൽ വന്നത് എന്നാണ്? അത് ഒക്ടോബർ മാസം 12 സോ ഇത് തെറ്റാണ് അല്ലെ. അതുപോലെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. ശരിയാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. പ്രധാനമന്ത്രിയായിരുന്നു ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 6 അധ്യായങ്ങൾ അല്ലെ. 6 അധ്യായങ്ങളും 31 സെക്ഷൻസ്, അഥവാ 31 വകുപ്പുകളാണുള്ളത്. അതുപോലെ തന്നെ 2 പട്ടികകളാണുള്ളത്. നിയമത്തിലെ 2ാം പട്ടിക വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണോ? 1ാം പട്ടികയാണ് സത്യപ്രതിജ്ഞ. 2ാമത്തെ പട്ടിക എന്താണ്? കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.